നമസ്കാരം. കുംഭമേളയിലൂടെ വൈറലായ ചാരക്കണ്ണുള്ള മൊണാലിസ എന്ന പെൺകുട്ടി ആർക്കും അത്ര പെട്ടെന്ന് മറക്കാനാകില്ല. തിളങ്ങുന്ന കണ്ണുകളും മനോഹരമായ ചിരിയുമുള്ള കൊച്ചു സുന്ദരി മേളയിൽ രുദ്രാക്ഷമാല വിൽക്കാൻ മാതാപിതാക്കൾക്കൊപ്പം എത്തിയതായിരുന്നു. പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ട ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു. നിമിഷ നേരം കൊണ്ടാണ് മൊണാലിസയുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയുടെ ഹൃദയം കീഴടക്കിയത്. കുംഭമേളയിൽ എത്തിയതോടെ മൊണാലിസയുടെ ജീവിതവും മാറി മറിയുകയായിരുന്നു. പെൺകുട്ടിയെ തേടി നിരവധി അവസരങ്ങളാണ് എത്തുന്നത്. ബ്ലോഗർമാർ ഇവരുടെ ഒരു വീഡിയോയ്ക്കായി ക്യൂ നിന്നു. ഇൻസ്റ്റാഗ്രാമിലെ പേജുകളും നിരവധി പരസ്യ ബ്രാൻഡുകളും ഇവരുടെ കൊളാബറേഷനായി വരി നിന്നു. അങ്ങനെ ബോളിവുഡിൽ നിന്നും വിളിയെത്തി. നടിയായി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മൊണാലിസ. മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലും മൊണാലിസ തരംഗമായി മാറിക്കഴിഞ്ഞു. ചമ്നൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസഡർ ആകാനുള്ള അവസരമായിരുന്നു പെൺകുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മൊണാലിസ കോഴിക്കോട് എത്തിയിട്ടുമുണ്ട്. ഫെബ്രുവരി 14 ബോബി ചെമ്മണ്ണൂരിനൊപ്പം കോഴിക്കോട് എത്തുമെന്ന് പെൺകുട്ടി പറഞ്ഞ വീഡിയോയും വലിയ രീതിയിൽ വൈറലായിരുന്നു. ഇതോടെയായിരുന്നു ആളുകൾ മൊണാലിസയെ കാണാൻ വേണ്ടി തടിച്ചു കൂടിയത്. ജനസാഗരമായിരുന്നു കോഴിക്കോട് എത്തിയത് മൊണാലിസയെ കാണാൻ. ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടി കൂടിയായിരുന്നു ഇത്. കേസിനെ തുടർന്നുണ്ടായ ക്ഷീണവും മാനക്കേടും തീർക്കാനുള്ള PR പരിപാടിയായിട്ട് എന്ന തരത്തിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഈ ഒരു പരിപാടിയെ പലരും കണ്ടത്. അത് ശരി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയാതെ പലർക്കും അറിയാവുന്നതാണ്. അതേസമയം ചമ്നൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മൊണാലിസ എത്തിയപ്പോൾ മാധ്യമങ്ങളും കൈവിട്ടില്ല. ബോബി ചെമ്മണ്ണൂർ വീണ്ടും ദേശീയ മാധ്യമങ്ങളിൽ അടക്കം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതും ലക്ഷങ്ങൾ മുടക്കിയാണ് ബോബി ചെമ്മണ്ണൂർ മൊണാലിസയെ കൊണ്ടുവന്നിരിക്കുന്നത് കോഴിക്കോട്. 15 ലക്ഷം രൂപയാണ് ബോബി ചെമ്മണ്ണൂർ മൊണാലിസയ്ക്ക് പ്രതിഫലമായി നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ. മൊണാലിസയെ ബോബി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ തന്നെ പെൺകുട്ടി ലക്ഷങ്ങൾ പ്രതിഫലം ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. പലപ്പോഴും ഉദ്ഘാടനത്തിനെത്തുന്ന സെലിബ്രിറ്റി താരങ്ങൾക്ക് വലിയ വിലയുള്ള ആഭരണങ്ങളും ബോബി ചെമ്മണ്ണൂർ കൈമാറാറുണ്ട്. അത് തന്നെ ഇവിടെ ആവർത്തിക്കുകയും ചെയ്തു. പരിപാടിയിൽ വെച്ച് മൊണാലിസയ്ക്ക് ആഭരണങ്ങളും ബോബി ചെമ്മണ്ണൂർ നൽകുകയുണ്ടായി. എന്തായാലും പെൺകുട്ടിക്ക് മികച്ച വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ട് എന്നും ബോബിക്ക് കഴിയുമെങ്കിൽ അതിനെ കൂടി ശ്രമിക്കണമെന്നാണ് ചിലർ കമന്റ് ചെയ്യുന്നത്. സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത്. ചിത്രത്തിനായി പെൺകുട്ടിക്ക് 21 ലക്ഷം രൂപ പ്രതിഫലമായി ലഭിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അഡ്വാൻസ് തുകയായി 1 ലക്ഷം രൂപ ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ നിരവധി മോഡലിംഗ് അവസരങ്ങളും മൊണാലിസയെ തേടിയെത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു രംഗത്തെ പുതിയൊരാളായതുകൊണ്ട് തന്നെ മൊണാലിസയെ ചൂഷണം ചെയ്യാൻ ബോബി ചെമ്മണ്ണൂരടക്കം സാധ്യതയുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഒരാളുടെ ലൈഫ് മാറുന്നത് എങ്ങനെയാകും എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം കൂടിയായി മൊണാലിസയുടെ ഈ ഒരു ജീവിതം.